ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അമ്മയുടെ അനിയത്തിയും അമ്മമ്മയും എല്ലാവരും, അമ്മയുടെ അമ്മമ്മല്ല, എൻ്റെ അമ്മമ്മയും മേമയും അമ്മയുടെ വല്യമ്മയും എല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ അതാ ഞങ്ങൾ ഫസ്റ്റ് നെസ്റ്റോ പോയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ വരുന്നതിൻ്റെ തലേ ദിവസം മേമ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മേമയും അമ്മയും ഞാനും എല്ലാവരും കൂടെ നെസ്റ്റോ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നു. നമ്മൾ ഹെന്ന പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നെസ്റ്റോയിൽ മെയിനായിട്ട് പോയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ തലേന്ന് നൈറ്റ് ഹെന്ന പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ, ഈ ബഞ്ചാറാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹെന്നയാണ്. ഇതിൽ നമ്മുടെ ഹെന്ന പൗഡർ മാത്രമല്ല, അതിൽ ഹിബിസ്കസ് വരുന്നുണ്ട്, നമ്മൾ ചെമ്പരത്തി, നെല്ലിക്ക, ബ്രഹ്മി, മേത്തി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതന്നെ ഞാൻ മേടിച്ചു. കാരണം അമ്മയ്ക്കും മേമയ്ക്കും എനിക്കും എല്ലാവർക്കും കൂടെ ഉണ്ടാക്കണ്ടേ. എന്നിട്ടും ഇതിൽ ബാക്കി വന്നിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വലിയ പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. ഇപ്പോൾ ഇതിൽ മാത്രമല്ല എന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട്. അതിൽ ഞാൻ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല. ഞാൻ ആ ഒരു സ്പൂണിന് എത്രയോ 5, 6, 7 സ്പൂൺ എന്തോ എടുക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. ഞാനുണ്ട്, അമ്മ ഉണ്ട്, മേമ ഉണ്ട്, അമ്മമ്മ ഉണ്ട്. അപ്പോൾ അമ്മമ്മയ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു. ഇനി ഇൻ കേസ് വേണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ്. അമ്മമ്മയും വല്യമ്മയൊന്നും അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല, മേമ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയാവുകയാണെങ്കിൽ മേമയുടെ കുട്ടികളും അനിയന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ തലയിൽ തേച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ, 2 ഗ്ലാസ്സല്ല, 4 ഗ്ലാസ് വെള്ളത്തിൽ എന്താ പറയുക, 2 ടീസ്പൂൺ ചായപ്പൊടിയും 2 ടീസ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇൻഡിഗോ പൗഡറാണ്. അപ്പോൾ അതും ഞാൻ ചേർക്കുന്നുണ്ട്. നീലമരി അതും ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹെന്നയിൽ ആ മിക്സിൽ നമുക്ക് ഇൻഡിഗോ ഓയിൽ ഇല്ല. അപ്പോൾ ഞാൻ ഇൻഡിഗോ സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഡിഗോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്രയും പൊടിക്ക് ഈ ഒരു പാക്കറ്റ് ഇൻഡിഗോ ഞാൻ ചേർത്ത് കൊടുത്തു. ആദ്യം ഞാൻ അളന്നത് ഒരു കണക്ക്, ഏകദേശം എത്ര സ്പൂൺ ഇട്ടു എന്നുള്ളൊരു കണക്ക് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് അളന്നത് കേട്ടോ. പിന്നെ ഞാൻ ബീട്രൂട്ട് ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ നീര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ 2 ഗ്ലാസ് വെള്ളത്തേക്ക് 1 സ്പൂൺ ചായപ്പൊടിയും 1 സ്പൂണ് കാപ്പിപ്പൊടിയും ആക്കിയിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെനിക്ക് ഞാൻ മിക്സ് ചെയ്ത് വന്ന ടൈമായപ്പോൾ എന്തായി, ആ ഒരു വെള്ളം തികഞ്ഞില്ല. 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ ഓരോ സ്പൂണ് കാപ്പിപ്പൊടിയും ചായപ്പൊടിയും ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആ വീഡിയോയിൽ ആദ്യം കാണുന്നത്, ആ സൈഡിലിരിക്കുന്നത്. അപ്പം അത് ഇതിലോട്ട് തികഞ്ഞില്ല. അപ്പോൾ രണ്ടാമത് ഞാൻ 2 ഗ്ലാസ് വെള്ളം കൂടെ വെച്ചിട്ട് ഇതേപോലെ 1 ടീസ്പൂൺ ചായപ്പൊടി 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് ഒരു തിക്കായിട്ട് വന്നത് കേട്ടോ, വെള്ളം കറക്റ്റായത്. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. 4 ഗ്ലാസ് വെള്ളത്തിലോട്ട് 2 ടീസ്പൂൺ എന്താ പറയുക, ചായപ്പൊടിയും 2 ടീസ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഉള്ള വെള്ളമാവും ഇതിലേക്ക് കറക്റ്റ് ഇതായിരിക്കുക. ഇപ്പം ഞാൻ ഒഴിക്കുന്നത് ഫസ്റ്റ് 2 ഗ്ലാസ് ഞാൻ ഇതാക്കിയെന്ന് പറഞ്ഞല്ലോ, 2 ഗ്ലാസ് വെള്ളത്തിൽ പൊടി ഇട്ടിട്ട്, അതാണ്. ഇതിലേക്ക് വേണ്ട കറക്റ്റ് വെള്ളം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഫുൾ ഒഴിച്ചു. എന്നിട്ടും എനിക്കിത് തിക്കായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ രണ്ടാമത് വെള്ളം വെച്ചിട്ട് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഇട്ടിട്ട് തിളപ്പിച്ചെടുത്ത് മിക്സ് ചെയ്യുകയാണ് ഞാൻ പിന്നെ ചെയ്തത് കേട്ടോ. ഫസ്റ്റൊക്കെ ഇങ്ങനെ മിക്സായി വരാൻ കുറച്ച് പണിയാണ്. പിന്നെ അങ്ങനെ കുറേ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, ഇതായി വരും. ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് രാവിലെ എൻ്റെ കൈ ജസ്റ്റ് പൊള്ളിപ്പോയി. അപ്പോൾ ആ പൊള്ളിയതുകൊണ്ട് തന്നെ ഭയങ്കര നീറലായിരുന്നു. അപ്പം എനിക്ക് ഗ്ലൗസ് ഇടാനും എന്താ പറയുക, അതിൽ ആ മുറിയിൽ ഇങ്ങനെ തട്ടുമ്പോൾ ഭയങ്കര പെയിനായിരുന്നു. ഇങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനൊരു ഇതായി നിന്നില്ല. അല്ലെങ്കിൽ ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യണമെന്ന് എനിക്കിങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ഒരു ഗ്ലൗസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പൂതി ഉണ്ടായിരുന്നു, അതിങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ. പക്ഷെ എൻ്റെ കയ്യിന് വയ്യാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇളക്കുക ചെയ്തത്. ഞാൻ ആ 2 പാത്രത്തിൽ ഫുള്ള് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇത് മിക്സ് ആവുന്നില്ല. പിന്നെ ഞാൻ രണ്ടാമത് വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് മിക്സാക്കി എടുക്കാം കേട്ടോ ചെയ്തേ.
പിന്നെ അതാ നമ്മൾ അതിലോട്ട് തൈരാണ് യൂസ് ചെയ്യുന്നത്. ഒരു അരക്കപ്പ് തൈര് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു 1/4 കപ്പിനും കുറച്ചേ ഉള്ളൂ. അതാ ഒരു പാക്കറ്റിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വേറെ തൈര് കട്ടത്തൈര് ഉണ്ടായിരുന്നു, അത് യൂസ് ചെയ്തു. ഒരു അരക്കപ്പിനോട് അടുപ്പിച്ച്, അരക്കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ, എന്നാൽ 1/4 കപ്പില്ല, അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ പിന്നെ തൈര് ആഡ് ചെയ്ത് കൊടുത്തത്. കാരണം അത്യാവശ്യം പൊടി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത്യാവശ്യം തൈരും വേണ്ടി വരും. ഒരാൾക്കൊക്കെ ആണെങ്കിൽ വലിയൊരു സ്പൂണ് തൈര് മാത്രം മതിയാവും, അല്ലെങ്കിൽ ഒരു 2 വലിയ സ്പൂൺ തൈരൊക്കെ ധാരാളമാണ്. ഇത് ഞാൻ കുറച്ച് തോനെ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ കുറച്ചും കൂടെ ചായയുടെ വെള്ളം, ചായയും കാപ്പിയും കൂടി ഇട്ടിട്ടുള്ള വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർത്താൽ മതി, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട, അത് നിർബന്ധമൊന്നുമില്ല. പക്ഷേ തൈരും നീലമരി പിന്നെ ഈ ചായപ്പൊടീൻ്റെ വെള്ളം, ചായപ്പൊടിയും കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാട്ടോ. പിന്നെ നമ്മൾ മുട്ട ചേർക്കും, ഒരു കോഴിമുട്ട ചേർക്കും. പക്ഷേ കോഴിമുട്ട ഞങ്ങൾ തലേന്ന് വെക്കുമ്പോൾ കോഴിമുട്ട ആഡ് ചെയ്യാറില്ല. ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുക. തലേന്ന് നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് അതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി സ്മെല്ല് വരാറുണ്ട് പിറ്റേ ദിവസത്തേക്ക്. അപ്പോൾ ആ ഒരു സ്മെല്ല് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇത് തലയിൽ തേച്ച് വരുമ്പോൾ ഒരുമാതിരി സ്മെല്ല്. അതുകൊണ്ട് ഞാൻ തലേന്ന് ഒരിക്കലും ഇത്രയും സാധനങ്ങൾ മാത്രം മിക്സ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക ചെയ്യുക. എന്നിട്ട് രാവിലെ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു 1 അവർ അല്ലെങ്കിൽ 2 അവർ ബിഫോർ ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കും. അപ്പോൾ നമുക്ക് ഇത്രയും ഒരുമാതിരി വൃത്തികെട്ട സ്മെല്ല് വരില്ല. അത് ചിലവർക്ക് ആ സ്മെല്ല് ഓക്കെ ആവും. ഈ മൈലാഞ്ചിയുടെ സ്മെല്ലും കൂടെ വരുമ്പോൾ വല്ലാണ്ട് അറിയില്ല. പക്ഷെ എനിക്കതെന്തോ തീരെ ഇഷ്ടമല്ല ആ ഒരു മുട്ടയുടെ സ്മെല്ല് വരുന്നത്. അപ്പോൾ ഞാനത് ചേർക്കാറില്ല. ഇപ്പോൾ അതാ കട്ടകളൊന്നും ഇല്ലാണ്ട് ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. ഒരു കട്ടകളും ഇല്ലാണ്ട് മിക്സ് ചെയ്താക്കിയിട്ടുണ്ട്. മുട്ട ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നാളെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ, പിറ്റേ ദിവസം നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു 1-2 മണിക്കൂർ മുന്നേ മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതേപടി കവർ ചെയ്ത് വെച്ചാൽ മതി. ശേഷം നമുക്കതെടുത്ത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതാ തലേന്ന് രാത്രി എത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഒരു വലിയൊരു കവറിലോട്ട് ഇറക്കി വെച്ച് കെട്ടി വെക്കുകയാണ്. നമുക്കിത് ഏത് പാത്രത്തിലും യൂസ് ചെയ്യാം. പക്ഷേ ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഇത് ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇരുമ്പിൻ്റെ സത്ത് കിട്ടുന്നത് ഏറ്റവും നല്ലതാണ്. ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ 2 ആണിയോ ഇട്ട് വെച്ചാൽ മതി. ആണിയോ അങ്ങനെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും അതിലിട്ട് വെച്ചാൽ മതി. പിന്നെ എന്താ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അമ്മയുടെ അമ്മമ്മയും അമ്മയുടെ വല്യമ്മയും അമ്മമ്മയുടെ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ ഞാൻ ഗേറ്റൊക്കെ തുറന്നു കൊടുത്തു. ഞാൻ അവിടെ ദോശ ചൂടായിരുന്നു, അപ്പോഴാണ് അവർ വന്നത്. അപ്പോൾ ഒരു സൈഡിൽ ചിക്കൻ കറിക്കുള്ള മസാല തലേന്ന് തന്നെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പൊരിക്കാൻ വേണ്ടി എടുത്ത് വെച്ച ചിക്കനായിരുന്നു. അപ്പോൾ അതന്നെ കുറച്ച് കറിക്ക് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതാ ഒരു സൈഡിൽ ചായ ആവുന്നുണ്ട്, ഒരു സൈഡിൽ ചിക്കൻ കറിക്കുള്ള മസാല ഒക്കെ ഉണ്ടാക്കുകയാണ് അമ്മ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിലായിരുന്നു. അപ്പോൾ അവർ വന്ന ബസ്സിൻ്റെയും ഓട്ടോൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് പിന്നെ ഇവർ മെയിനായിട്ട് വരാൻ കാരണം കർക്കിടകത്തിൽ മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഉലുവക്കഞ്ഞിയും പിന്നെ ഈ ചെറിയുള്ളി വെളുത്തുള്ളി ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ടൊരു ലേഹ്യം പോലൊരു സംഭവം ഉണ്ടാക്കും, നല്ല ടേസ്റ്റ്. അതുണ്ടാക്കാനാണ് മെയിനായിട്ട് ഇവർ വന്നിട്ടുള്ളത്. അപ്പോൾ അതിക്കുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കിയായിരുന്നു അമ്മമ്മയും വല്യമ്മയും. ആ ടൈമിൽ തന്നെ അമ്മയും മേമയും കൂടെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാൻ വേണ്ടി തലക്കെടുത്തൂർ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ മേമരെ കുട്ടികളുണ്ട്, അമ്മമ്മയും വല്യമ്മയൊക്കെ ചായ കുടിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഞങ്ങളൊന്നും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ ചൂടാക്കി അപ്പുറത്ത് ഇതാവുന്നുണ്ട്. ചിക്കൻ കറിക്കുള്ളത് ഒക്കെ വേവിച്ച് കുക്കറിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതവിടെ വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കറിയാവുന്ന ടൈമിൽ തന്നെ ഇവിടെ മേമയുടെ മോന് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാത്രം ഞങ്ങളിപ്പോൾ പുതിയത് മേടിച്ചതാണ്. ഞങ്ങൾ വേറെ റൗണ്ട് പാത്രമുണ്ട് ദോശ ചുടുന്ന വലുത്, അതിലാണ് ചുടാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഞാനാണ് യൂസ് ചെയ്യണത്. ഇതിപ്പോൾ പുതിയത് മേടിച്ചിട്ട് കുറച്ചായി. അപ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല, ഇന്നാണിപ്പോൾ ഞങ്ങളത് എടുക്കുന്നത്. അപ്പോൾ അതിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദോശ നന്നായിട്ട് കിട്ടുമോ കിട്ടില്ലേ എന്നൊക്കെ. അങ്ങനെ ദോശയൊക്കെ ചുട്ടു, നെയ്യൊക്കെ ഒഴിച്ചിട്ട്. ഞാൻ നെയ്യ് നല്ലോണം ഒഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ്, വെണ്ണ, ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. എപ്പോഴും വീട്ടിൽ ബട്ടറും നെയ്യും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും, ചീസൊക്കെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും.
അപ്പോൾ ഇതാ നെയ്യൊക്കെ ഒഴിച്ച് ഇങ്ങനെ മൊരിയിച്ചെടുക്കുകയാണ്. ഞാനെപ്പോൾ ദോശ ചുടുകയാണെങ്കിലും ഇങ്ങനെ നൈസായിട്ടേ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ കട്ടിയിൽ ദോശ ചുടുമല്ലോ, എനിക്ക് കട്ടിയിൽ ചുടാൻ അറിയേയില്ല. ഞാൻ എത്ര കട്ടിയിലാക്കാൻ നോക്കിയാലും അത് പരത്തി 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 നൈസ് ദോശ, ഒരു പേപ്പർ ദോശ എന്നൊക്കെ പറയില്ലേ, അതേപോലെ നൈസായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ അതവിടെ സൈഡിൽ ചുട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ കുക്കറിൽ അത്യാവശ്യം അത് ഒരു ചിക്കൻ വേവാനുള്ള 3-4 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷെ നോക്കിയപ്പോൾ ഓവർ കുക്കായിട്ടില്ല, കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ട്, ഗ്രേവി വറ്റാനുണ്ട്, വേവാവാനും ഉണ്ട്. അപ്പം ഞാനത് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാനിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കുക്കറിലാകുമ്പോൾ വേഗം അടി പിടിക്കുന്ന മാതിരി തോന്നുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് പിന്നെയും കത്തിച്ച് വെച്ചതാണ്. അപ്പോൾ അത് ആ സൈഡിൽ ഒരു ദോശ അപ്പോഴത്തിനായപ്പോൾ ഞാൻ ആക്ക് ദോശ കൊണ്ട് കൊടുത്ത് രണ്ടാമത്തെ ദോശ ചുട്ടതാട്ടോ ഇത്. അപ്പോൾ അതിൽ ഞാൻ നെയ്യാക്കി കൊടുക്കുകയായിരുന്നു. നെയ്യ് എനിക്ക് എല്ലാ ഭാഗത്തും കാണണം. ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാ സൈഡിലും എനിക്കിങ്ങനെ നെയ്യ് കാണണം. ഒരു സൈഡിൽ നെയ്യില്ലാത്തൊരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പം അവിടെ നെയ്യാക്കാൻ തോന്നും. അത് നെയ്യിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ ഫുൾ നെയ്യ് ഇങ്ങനെ ഇതാക്കാനാണോ എന്നറിയില്ല. ഒറ്റയ്ക്ക് നെയ്യ് കഴിക്കില്ല, പക്ഷേ ഇങ്ങനെ എന്തുണ്ടാക്കുമ്പോഴും അതിൽ നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ ടൈമിൽ തന്നെ ഈ ചിക്കൻ കറി ഇളക്കി കൊടുത്തപ്പോൾ ഇങ്ങനെ അടി പിടിക്കുന്നവരായിട്ട് തോന്നി. കാരണം ചിക്കൻ കുറച്ച് വേവാനേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ആ വെള്ളം ഫുള്ള് വറ്റോളം നിൽക്കുമ്പോൾ അത് അടി പിടിക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടപ്പോൾ. അപ്പം ഞാൻ നേരെ അത് വേറൊരു പാനിലോട്ട് മാറ്റാട്ടോ ചെയ്തേ. അപ്പോൾ അതാ അപ്പോഴത്തേനും എൻ്റെ ദോശ ഇവിടെ ഒരു സൈഡ് മൊരിഞ്ഞു. അപ്പം ഞാൻ അത് അവന് കൊണ്ടു കൊടുക്കുക. മേമയുടെ മോൻ അവിടെ ചായ കുടിക്കുന്നുണ്ട്, അപ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കും. അത് എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരും, കറി നോക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലാണ് ഇതിൻ്റെ ഇടയിൽ പണി. ഈ പാത്രം കിട്ടുന്നുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് എടുത്ത് തുറന്നായിരുന്നു. നല്ല നൈസായിട്ട് അടി പിടിക്കുന്നൊന്നുമില്ല, നല്ല മുരിഞ്ഞ് നല്ലപോലെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് വലിയ സ്ക്വയർ ആയതുകൊണ്ട് ചൂടെല്ലാ സ്ഥലത്തും തട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ. കാരണം നടുവിലൊരു ഗ്യാസിൻ്റെ സ്റ്റവ് വന്നതുകൊണ്ട് തന്നെ ഫ്ലെയിം നടുവിലൊന്ന് വന്നതുകൊണ്ട് ഇതിനിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇളകുന്നൊന്നുമില്ല. പക്ഷേ എല്ലാ സൈഡിലും ചൂട് തട്ടാൻ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നി. ഒരു സൈഡ് മാത്രം ഫസ്റ്റ് മുരിഞ്ഞിട്ട് പിന്നെ അത് ഒരു പാത്രം ഇങ്ങനെ സൈഡിലേക്ക് ആക്കി കൊടുക്കുമ്പോഴാണ് സെക്കൻഡ് മുരിയുന്നതൊക്കെ. അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ട് മാത്രമേ കുറേ ബുദ്ധിമുട്ടല്ല, ചെറിയ ബുദ്ധിമുട്ടൊക്കെ എനിക്കിതിൽ തോന്നിയത്. അപ്പോൾ അതാ അടുത്ത ദോശ ചുടാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ, ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് അടിയിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ അടി പിടിച്ച് കൊളാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവല്ലോ അടി പിടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് അടി പിടിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാനൊരു പാനിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാനും അമ്മയും മേമയും കുട്ടികൾ മാത്രമേ കഴിക്കാനുള്ളൂ. അപ്പോൾ പിന്നെ ഓവർ കറി വേണ്ട, കുറച്ച് തിക്കാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ആ കറി തന്നെ മതിയായിരുന്നു. അങ്ങനെ അതൊരു ഗ്യാസിലും വെച്ച് അപ്പോൾ ഓരോ ദോശ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുക. അവർക്ക് കറി ഇല്ലാതെയും അവർ കഴിക്കുന്നുണ്ട്. നല്ല ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ, നെയ്യൊക്കെ ഒഴിച്ച് മുരിഞ്ഞ് വരുമ്പോൾ കറി കൂട്ടാതെ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അവനതങ്ങനെ 2 ഓൾറെഡി കറി ഇല്ലാണ്ട് കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പീസ് വേവാനുള്ളതുകൊണ്ട് കറി മാത്രം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതാൾ കൂട്ടിയിട്ടില്ല, കൂട്ടാണ്ട് ദോശ മാത്രം കഴിക്കുക ചെയ്തത്. അപ്പോൾ ഇതാ മേമൻ്റെ രണ്ടാമത്തെ ആൾ അവിടെ ദോശ കഴിക്കുന്നുണ്ട്. അമ്മമ്മയും വലിയമ്മയും ഇത് നന്നാക്കുന്നുണ്ട്. പിന്നെ ചെറിയ ആൾക്കും കൂടെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ദോശ ഞാൻ ചുട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ ദോശ ആകുമ്പോൾ കഴിച്ച് ഇന്നൊന്നും കഴിയില്ല. ചെറിയ ചെറിയ ദോശകളാകുമ്പോൾ വേഗം വേഗം ആൾ കഴിക്കും. അപ്പോൾ അവനവിടെ ദോശ ഞാൻ 2 പേർക്കും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടു കൊടുക്കുന്നുണ്ട്. അവർ നന്നാക്കുന്നുണ്ട്. പിന്നെ ഇതാ ദോശ ചൂടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹെന്ന അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇത് മേമയാണ്. മേമയ്ക്ക് ഞാൻ ഹെന്ന തേച്ച് കൊടുക്കുകയായിരുന്നു. മേമരുത് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മമ്മയ്ക്ക് തേച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനിരുന്നത്. അപ്പോൾ മേമ എനിക്ക് തേച്ച് തരുമായിരുന്നു. ഞാനിത് നമുക്ക് പറ്റുന്ന പോലെ പാർട്ടീഷനൊക്കെ എടുത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇതവിടെ ചോറായി. അമ്മമ്മയും വലിയമ്മയും കൂടെ ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ രാത്രിക്കും ഉച്ചക്കത്തേക്കും കൂടിയുള്ള ഫുള്ളായിട്ട് ചോറുണ്ടാക്കി. പിന്നെ മോര് കറി,
നല്ല ടേസ്റ്റ് ആട്ടോ മോരുകറിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പേരിയൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള ഉലുവ വേവിച്ചിട്ടാണ് എന്തോ വെച്ചതാ. ഇതാണ് ഞാൻ പറഞ്ഞ ലേഹ്യം. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഫസ്റ്റ്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ തേങ്ങാപ്പാലും ഈത്തപ്പഴവും അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നൊരു ലേഹ്യമാണ്. ഇതിങ്ങനെ കുറുകി വരണം കേട്ടോ. അതിൽ കുറച്ച് ഉലുവ ഇടും, പക്ഷെ നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ്. ഒരു ചവർപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഈത്തപ്പഴമൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ കുറുകി വരും. ലാസ്റ്റ് ഒരു ലേഹ്യം പോലെ ഇങ്ങനെ കുറുകി വരണം. അതുവരെ ഇത് ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം. ഇതിങ്ങനെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടും, ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് വിട്ട് നിന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു ചെറിയ കേക്കൊക്കെ തിന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മരുന്നിൻ്റെ റെസിപ്പി വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ റെസിപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കേക്ക് കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഉള്ളിൽ നിന്ന് ചോക്ലേറ്റ് വരുന്നുണ്ടോ എന്ന് ഞാൻ നെക്കി നോക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും വരുന്നില്ല. ഇതിപ്പോൾ ഏകദേശം കുറുകിയില്ല എന്നുള്ളൊരു മട്ടിലാണ്. നല്ല കുറുകി ഇങ്ങനെ ഒരു ലേഹ്യം പോലെ വരണം. അമ്മയും വല്യമ്മയും മേമയും എല്ലാവരും, അമ്മയൊക്കെ കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ആവില്ലേ. അങ്ങനെ രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അച്ചാറും മീൻ വറ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്ന് കിടന്നപ്പോൾ അമ്മമ്മയും വല്യമ്മയൊക്കെ കൂടെ ഭയങ്കര വർത്തമാനത്തിലാണ്. അമ്മയും മേമയും ഒക്കെ ഇപ്പുറത്തുണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര സംസാരത്തിലാണ്. ഞങ്ങൾ തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു കുറേ. അപ്പോൾ അതൊക്കെ മടക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് അവർ നാട്ടുവർത്താനും അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു എല്ലാവരും കൂടെ. അപ്പോൾ ഇടയിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവർ രണ്ടുപേരും അറിയണില്ല. അമ്മമ്മ ഇടയ്ക്ക് എൻ്റെ ഫോണിലോട്ട് നോക്കുന്നുണ്ട്. ആ കിടക്കുന്നതാണ് എൻ്റെ അമ്മയുടെ അമ്മ, സംസാരിക്കുന്നത് അമ്മയുടെ വല്യമ്മ കേട്ടോ. അപ്പം അമ്മമ്മ ഇടയ്ക്ക് എൻ്റെ ഫോണിലേക്കൊന്ന് നോക്കുന്നുണ്ട്, പക്ഷേ ആൾക്ക് മനസ്സിലായിട്ടില്ല ക്യാമറയാണെന്നുള്ളത്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ. ബൈ.